കുടുംബമാണ് ഹൈന്ദവ സമാജത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രമുഖമായ ആചാരങ്ങളുടെ കാര്യത്തിലായാലും ശരി, അനുഷ്ഠാനത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ ധാർമ്മിക ചിന്തകളുടെ കാര്യത്തിലായാലും ശരി, പ്രബലമായ കേന്ദ്രം കുടുംബമാണ്. കുടുംബപരമായി അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ കൊണ്ടു നടന്നും അറിവ് സത്സംഗങ്ങൾ മുഖാന്തിരം പ്രോജ്വലിപ്പിച്ചും കുടുംബം സജീവമായാൽ ഈ സമാജം സജീവമാകും എന്നുള്ള കാര്യത്തിൽ സംശയിക്കുക. കുടുംബത്തെ സംബന്ധിച്ച് വരും കാലം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുടുംബ ഭദ്രത ഇനി എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് വളരെ സംശയാസ്പദമായ കാര്യമാകും. ഭാവിയിൽ ഇതിന് വലിയ ഒരു അയവ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ മനുഷ്യന് കൂട്ടായ്മ കൂടാതെ വയ്യ എന്ന വസ്തുതയുണ്ട്. ആ കൂട്ടായ്മ ഏതായിരിക്കണം എന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ കൂട്ടായ്മ അനിവാര്യമായതുകൊണ്ട് ഏതെങ്കിലും കൂട്ടായ്മകൾ വന്നു ചേരും, ആളുകൾ പെട്ടുപോകും. ഇവിടെ സനാതനധർമ്മ സഭ പോലുള്ള കൂട്ടായ്മകൾക്ക് പ്രാധാന്യമുണ്ട്. കുടുംബം അയഞ്ഞു പോകട്ടെ, പക്ഷെ വ്യക്തികൾ മറ്റൊരു കുടുംബത്തെ കാക്ഷിക്കുമ്പോൾ ആ കുടുംബം ധർമ്മബോധമുള്ള കൂട്ടായ്മകളാകട്ടെ, സംഘടനകളാകട്ടെ, ഇങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ട ഘട്ടമായി എന്നാണ് അന്തർദേശീയ തലത്തിലെ പ്രവണതകൾ സൂചിപ്പിക്കുന്നത്. പഴയ കാലത്തിൽ എന്ന പോലെ കുടുംബ വ്യവസ്ഥയെ നമുക്ക് പരിപാലിച്ചു കൊണ്ടുപോകാൻ സാധിച്ചത് വരില്ല. പരിഹാരപക്ഷമായിട്ട് സംഘടനകൾ ഉണ്ടായി വരണം. ആ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ധർമ്മിഷ്ഠമായ ആദർശവും ആചാരക്രമങ്ങളുമൊക്കെ ഉണ്ടായിരിക്കണം. സനാതനധർമ്മത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ചില സൂചനകൾ നൽകുക മാത്രം ചെയ്യട്ടെ. സനാതനധർമ്മത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ആഗോളതലത്തിൽ ഇന്ന് പൊട്ടിപ്പുറപ്പെടുന്ന പല പ്രകാരത്തിലുള്ള പ്രത്യക്ഷ യുദ്ധങ്ങളുടെയും പരോക്ഷ യുദ്ധങ്ങളുടെയും, പ്രത്യക്ഷ യുദ്ധം എന്ന് പറയുമ്പോൾ അത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ളതാണ്, അല്ലെങ്കിൽ ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ളതാണ് എന്നൊക്കെ പറയാം. ഇതുപോലെ തന്നെ പരോക്ഷമായിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പല യുദ്ധങ്ങളും പ്രബലമാവുന്നുണ്ട്. യുദ്ധങ്ങളുടെ ആദ്യപടി ബലാബലത്തെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം നടത്തലാവുന്നു. ഈ നിലയിലുള്ള പല യുദ്ധങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇപ്പം വഖഫ് ബോർഡ് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളെ സംബന്ധിക്കുന്ന ചില ചർച്ചകളൊക്കെ ചൂടുപിടിക്കുന്ന ഘട്ടത്തിൽ കാലടിയിലെ മണ്ണ് ഒഴുകി പോകുന്നു എന്ന ഭയാനകമായ ഒരു അവസ്ഥയുണ്ട്. ഒരു നിയമം പ്രാബല്യത്തിൽ ഇരിക്കെ ജനാധിപത്യ സമ്പ്രദായത്തിൽ നിയമത്തെ പരിഷ്കരിക്കാത്തിടത്തോളം കാലം അത് അനുവദിച്ചേ തീരുള്ളൂ, നിർവഹിച്ചേ തീരുള്ളൂ. കോടതിക്ക് പോലും മറുത്തൊന്ന് പറയാൻ പറ്റില്ല. കാരണം ഭരണഘടനയും അത് കാലാകാലങ്ങളിൽ നിർമ്മിച്ച നിയമങ്ങളും അനുസരിച്ച് കോടതിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ എത്രത്തോളം സ്ഥിതി അപകടകരമാണ് എങ്കിൽ പോലും സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ട സമയത്ത് ഈ വക കാര്യങ്ങളൊന്നും ആലോചിക്കാൻ കഴിയാതെ പോകുന്ന ജനത, ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള വിഷയം വരട്ടെ,
സമ്മതിദാന അവകാശം നിറവേറ്റാൻ പോലും ഉത്സാഹം കാണിക്കാത്തൊരവസ്ഥയാണ്. ജനാധിപത്യ സമ്പ്രദായമാണ് നാട് ഭരിക്കുന്നത്. ഭരണഘടന നിയമസഭകളിലും അതുപോലെ തന്നെ പാർലമെന്റ് ലോകസഭകളിലുമൊക്കെയാണ് കൂടിയിരുന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തീരുമാനിക്കുക. ആ നിയമമാണ് നാട് ഭരിക്കുക. അവിടെയൊക്കെ ഇടപെടാൻ വിരൽത്തുമ്പിൽ ശേഷി വരദാനമായിട്ട് നൽകപ്പെട്ടിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇത്രയും ഉദാസീനത. അതുകൊണ്ട് പല യുദ്ധങ്ങളിലും പരാജയം ഉറപ്പാക്കപ്പെട്ടിരിക്കുക. പരോക്ഷമായ പല യുദ്ധങ്ങളെ കുറിച്ചും അറിയാതെ പോകുന്നത് അർജുനന്റെ സമാധാനവാദം വാദം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. സമാധാന പ്രിയത കൊണ്ട് വാദം പഠിച്ചൊരവസ്ഥയായി പോയി. അത് എല്ലാവർക്കും ആദരണീയമായി തോന്നും. കാരണം തന്നെ പഠിപ്പിച്ച, വാത്സല്യപൂർവം തനിക്ക് ആയോധന വിദ്യയിൽ പാഠങ്ങൾ പകർന്നു തന്ന ദ്രോണരെ കൊല്ലാൻ ഞാൻ മെനക്കെടുന്നത് വലിയ അന്യായമല്ലേ? ആചാര്യ ദേവോ ഭവ എന്നല്ലേ? ഭീഷ്മരാണെങ്കിലോ അതിനേക്കാൾ ശാസ്ത്രജ്ഞാനമുള്ള പണ്ഡിത വരേണ്യൻ, കുരുകുലത്തിന്റെ സമാരാധ്യനായ അധിഷേധ്യനായ സ്ഥാനികൻ. അങ്ങനെയുള്ള കാരണവരെ കൊല്ലുന്നത് അന്യായമല്ലേ? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുക. യുദ്ധാനന്തരം നാട്ടിന് വന്ന് ഭവിക്കാവുന്ന ദുരന്തങ്ങളെ കുറിച്ച് അർജുനനെ എണ്ണി പറഞ്ഞത് എക്കാലത്ത് പ്രസക്തിയുള്ളതാണ്. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ അർജുനന്റെ സമാധാന പ്രിയതയെ അംഗീകരിക്കും പോലെയാണ് മതേതരത്വ സങ്കല്പങ്ങളെയും അതുപോലെയുള്ള ചില സമാധാന ചിന്തകളെയും ഇന്ന് നാം വെച്ചു പുലർത്തുന്നതും അനുവദിക്കുന്നതും ആദരിക്കുന്നതുമൊക്കെ. അവസരത്തിന് ഉയർന്ന് ബാഹ്യവും ആഭ്യന്തരവുമായ യുദ്ധങ്ങളെ കുറിച്ചായാലും പ്രത്യക്ഷവും പരോക്ഷവുമായ യുദ്ധങ്ങളെ കുറിച്ചായാലും ശരി, തിരിച്ചറിയാതെ പോയാൽ അർജുനന്റെ കാര്യത്തിൽ എന്ന പോലെ വിഷാദമഗ്നരായി സമാധാന പ്രേമികളായി വാദം പിടിച്ച് വാദിക്കാൻ ആരംഭിച്ചാൽ ഇനിയും അപകടങ്ങൾ വന്നു ഭവിക്കുകയുള്ളൂ. ഈ സമയത്ത് സടകുടഞ്ഞെഴുന്നേറ്റ് യുദ്ധം ചെയ്യാൻ വേണ്ടി ഭഗവാൻ അർജുനനെ ആഹ്വാനം ചെയ്തത് കാലികമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. ഭഗവാന്റെ പ്രയോഗങ്ങളെ സംഗ്രഹിച്ച് പറയുന്ന പല ഘട്ടങ്ങളും ഭഗവത്ഗീതയിലുണ്ട്. അതിലൊരു പ്രയോഗം മാ അനുസ്മര യുദ്ധ്യച്ച എന്നതാണ്. ഇന്ന് കരണീയമായിട്ടുള്ള യുദ്ധം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് മാ അനുസ്മര, ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട് ആ യുദ്ധം നിർവഹിക്കണം എന്ന് ഭഗവാൻ നമ്മോട് പറഞ്ഞതായിട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. ഭഗവാന്റെ ഗീതോപദേശത്തിലെ പല സന്ദേശങ്ങളെയും അവിടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ക്രോഡീകരിക്കപ്പെട്ട പ്രസ്താവനയാണ് ഇവിടെ ഉദ്ധരിച്ചത്, മാം അനുസ്മര യുദ്ധ്യച. അതൊരു ക്രോഡീകരിക്കപ്പെട്ട പ്രസ്താവനയാണെന്ന് പറയാൻ അതിന്റെ തൊട്ടു മുമ്പ് തസ്മാത് എന്നും അർത്ഥം അതുകൊണ്ട്. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണെന്ന് മനസ്സിലാക്കണം. തസ്മാത് സർവേഷു കാലേഷു, ഇവിടെയാണ് ആ ഉപദേശത്തിന്റെ പ്രസക്തി സാർവലൗകികമാവുന്നത്, സാർവകാലികമാവുന്നത്. സാർവലൗകികം എന്ന് പറഞ്ഞാൽ എല്ലാ ലോകർക്കും. റഷ്യയിൽ ഈ ചർച്ച നടക്കേണ്ടതുണ്ട്, ഉക്രൈനിൽ ഈ ചർച്ച നടക്കേണ്ടതുണ്ട്,
വർഷങ്ങൾക്ക് മുൻപ് ഒരു റഷ്യൻ പ്രസിഡന്റ് ഭഗവത്ഗീത ഉദ്ധരിച്ചത് ഈ സമയത്ത് പ്രത്യേകം അനുസ്മരണീയമാണ്. ആയുധ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ റഷ്യൻ പ്രസിഡന്റ് ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ ധ്യായതോ വിഷയാൻ പുംസഹ സംഘസ്തേഷു ഉപജയത്തെ എന്നീ ശ്ലോകങ്ങൾ ഉദ്ധരിക്കുകയുണ്ടായി. അതിന്റെ വിശദാംശത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല, നമുക്ക് തിരിച്ചു വരാം. റഷ്യയിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, ഇസ്രയേലിലും പാലസ്തീനിലും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത്, അഫ്ഗാനിസ്ഥാനിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, ഭാരതത്തിൽ ഓഫ് കോഴ്സ് ഇത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം നാം ഇവിടെ നേരിടുന്നത് പ്രത്യക്ഷ യുദ്ധമല്ല, മറിച്ച് പരോക്ഷമായ യുദ്ധങ്ങളും പ്രത്യക്ഷ യുദ്ധത്തിനുള്ള പല തയ്യാറെടുപ്പുകളുമാണ്. ഈ പശ്ചാത്തലത്തിൽ മാ അനുസ്മര യുദ്ധേജ, എന്നെ അനുസ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്താലും തസ്മാത് സർവേഷു കാലേഷു, അതുകൊണ്ട് എല്ലാ കാലത്തിലും എന്ന് പറയുന്നിടത്ത് അതിന് സാർവലൗകികത വന്നു ചേരുന്നു. എല്ലാ ലോകത്തിലും ഈ ചർച്ച നടക്കേണ്ടതുണ്ട്. സാർവകാലികത, സർവേഷു കാലേഷു, എല്ലാ കാലത്തിലും ഇത് പ്രസക്തമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇവിടെ ഭഗവത് അനുസ്മരണം എന്നുള്ളയിടത്താണ് ധർമ്മചിന്ത പ്രസക്തമാകുന്നത്. ഭഗവാനെ അനുസ്മരിക്കൂ, മാം അനുസ്മര, വാസുദേവനെ അനുസ്മരിക്കൂ എന്നാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ വാസുദേവൻ ആരാണ്? വാസുദേവൻ സനാതന ധർമ്മ ചിന്തയാണ്. ആ ചിന്തയെ ഉള്ളിൽ പ്രോജ്വലം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ കാമനകളെയും ആശയങ്ങളെയും അതുപോലെ തന്നെ ആദർശങ്ങളെയും ആവേശങ്ങളെയും വാക്കുകളെയും പ്രവൃത്തിയെയും ഒക്കെ ഏകോപിപ്പിക്കണം എന്നാണ് ഭഗവാന്റെ ആഹ്വാനം. അത്തരത്തിൽ വ്യക്തിപരമായി തന്നെ ഈ വലിയ യുദ്ധത്തിൽ യോദ്ധാവായി പങ്കെടുക്കാൻ നാം ഉദ്യമിക്കേണ്ടതുണ്ട്. ഇത്തരം കൂട്ടായ്മകൾ വിജയിക്കണമെങ്കിൽ വ്യക്തിപരമായി എത്രത്തോളം നാം ഭഗവാനെ അനുസ്മരിക്കുന്നു, സംഗതമായ യുദ്ധത്തിൽ സജ്ജമായിരിക്കുന്നു, ഈ ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. സനാതനധർമ്മം എന്നത് ആചാര്യസ്വാമികൾ നൽകിയിട്ടുള്ള ഒരു നിർവചനത്തേക്കാൾ സമഗ്രമായിട്ടുള്ള മറ്റൊരു നിർവചനമുണ്ട് എന്ന് തോന്നുന്നില്ല. ധർമ്മത്തിന് അനവധി നിർവചനങ്ങളുണ്ട്. പക്ഷേ ശങ്കര ഭഗവത്പാദർ പ്രാണിനാം ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം അഭ്യുദയ നിശ്രേയസ ഹേതുഹു എന്ന് നിർവചിച്ച് തന്നിട്ടുണ്ട്. ആഗോള തലത്തിലുള്ള എല്ലാ അസന്തുലിതാവസ്ഥകൾക്കും പരിഹാരം ധർമ്മമാണ് എന്ന് ജഗതഃ സ്ഥിതി കാരണം എന്ന പ്രയോഗം കൊണ്ട് സൂചിതമായിരിക്കുന്നു. ഈ കാലത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, വലിയ ഒരു വികാസത്തിന്റെ ഉത്സാഹമല്ല കാണിക്കേണ്ടത്, ആദർശാധിഷ്ഠിതമായ സുസ്ഥിര വികസനത്തിന്റെ പാതയാണ് കൈക്കൊള്ളേണ്ടത് എന്ന് ഈ കാലത്ത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എവിടെയാണ് ധർമ്മത്തെ സംബന്ധിച്ച് ജഗതഃ സ്ഥിതി കാരണം, ജഗത്തിന്റെ സ്ഥിതിയെ ഉറപ്പിക്കും പ്രകാരം ജീവിക്കേണ്ടതുണ്ട് എന്ന ആഹ്വാനം. ഇന്നവര് ആഗോള ഊർജ സംരക്ഷണ ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസംബർ മാസം 14-ാം തീയതി ആഗോള ഊർജ സംരക്ഷണ ദിനമാണ്. ഊർജത്തെ സംരക്ഷിക്കുക എന്നതാണ് സന്ദേശം. ആ ഒരു ഊർജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കാർബൺ പ്രിന്റ് അത് കുറയ്ക്കുന്നതിന് ഉത്സാഹിക്കേണ്ടതുണ്ട്. ഹരിതവാതകത്തിന്റെ വർധനം ആഗോള താപത്തിന് കാരണമാകുന്നുണ്ട്, അതുകൊണ്ട് അത് ചുരുക്കി കൊണ്ടുവരേണ്ടതുണ്ട് എന്നൊക്കെ ആഹ്വാനം ചെയ്യും. സൗരോർജത്തെ വേണ്ട പ്രകാരത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള ഉത്സാഹം കാണിക്കണം. അതുപോലെ മറ്റ് പ്രകാരത്തിലുള്ള ഊർജ വിനിയോഗങ്ങളെ കഴിയുന്നത്ര റെഡ്യൂസ് ചെയ്യണം. കാരണം അത് ജഗത്തിന്റെ സുസ്ഥിതിക്ക് ഉപദ്രവകരമാവുന്നു. ഇങ്ങനെ ഊർജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ധർമ്മപാഠം ജഗതഃ സ്ഥിതി കാരണം വളരെ ചർച്ച ചെയ്യാറുണ്ടല്ലോ.
പ്രാണിനാം അഭ്യുദയ നിശ്രേയസ ഹേതു. പ്രാണിജാലങ്ങളുടെ മുഴുവൻ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി അനുവദിച്ചിരിക്കുന്നു ധർമ്മത്തിൽ. ആത്മീയതയെയും അതുപോലെ തന്നെ ഭൗതികതയെയും കൂട്ടിയിണക്കണം എന്ന് നമുക്കിവിടെ പറയേണ്ട കാര്യമേ ഇല്ല. കാരണം അത് എപ്പോഴും സന്തുലിതാവസ്ഥയിലാണ് ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ചായി പോയതിന് കാരണം അനുഷ്ഠാതൃണാം കാമോദ്ഭവാത് എന്ന് ആചാര്യ ഭഗവത്പാദർ ഗീതാഭാഷ്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനുസരിച്ചു വരുന്നവരിൽ സങ്കുചിത കാമം വളർന്നപ്പോഴാണ് ആഗോള കാഴ്ചയും ഉദാര വീക്ഷണവും ഒക്കെ കൈമോശം വന്നു പോയപ്പോഴാണ് ധർമ്മവിഷയകമായ ഗ്ലാനി സംഭവിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ ധാർമ്മികതയും ആത്മീയതയും ഭൗതികതയും തമ്മിൽ കൂട്ടിയിണക്കേണ്ട കാര്യമില്ല. ഭൗതിക സമൃദ്ധിയെ അനുവദിച്ചിരിക്കുന്നു. ഈ നാടിനെ അടിമയാക്കാൻ വന്നവര് ഈ നാടിന്റെ ദുരവസ്ഥ കണ്ട് സഹായിക്കാൻ വന്നവരൊന്നുമല്ല, മറിച്ച് സമ്പദ് സമൃദ്ധി കണ്ട് കൊള്ളയടിക്കാൻ വന്നവരാണെന്ന് നമ്മൾ മറന്നുപോകരുത്. അതുകൊണ്ട് നേരത്തെ ധർമാനുസൃതം ജീവിച്ചിട്ട് ഇവിടെ ഭൗതികമായ ഒരു ദാരിദ്ര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. അഭ്യുദയ നിശ്രേയസ ഹേതു. ഓരോരുത്തരും വ്യക്തിപരമായി അവരവർക്ക് അർഹമായ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ അഥവാ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ നിത്യാനന്ദത്തിന്റെ ലക്ഷ്യം മുന്നിൽ വെക്കേണ്ടതുണ്ട്. അതും ധാർമ്മികമായി സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ്. ഈ ധർമ്മത്തെ അനുസ്മരിക്കുന്നതാണ് ഭഗവത് അനുസ്മരണം. കാരണം ഭഗവാന്റെ ജീവിതം ഈ ധർമ്മത്തിന് അനുസരിച്ചായിരുന്നു. അതുകൊണ്ട് അർജുനനോട് ഭഗവാൻ തന്റെ ഇടത്തോടെ പറയുന്നു, ഹേ അർജുന, എന്നെ നോക്കൂ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവ ച കർമ്മണി എന്നിങ്ങനെയൊക്കെ എന്നെ നോക്കൂ എന്നുള്ളതിന് വിശദീകരണം നൽകുന്നത്. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നെ നോക്കൂ എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ എന്നതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. എന്നെ നോക്കൂ എന്ന് പറയാൻ ധാർമ്മിക ജീവിതം കൊണ്ട് നമ്മൾ എല്ലാവരും മാതൃകയാവണം. അതിന് സനാതന ധർമ്മസഭയുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുമാറാവട്ടെ എന്നാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മാം അനുസ്മര. ഇനി യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? യുദ്ധം എന്ന് പറയുന്നത് സാർവകാലിക പ്രസക്തിയുള്ള യുദ്ധം. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യജ. എല്ലാ കാലത്തിലും പ്രസക്തമാകുന്ന യുദ്ധം എന്ന് പറയുന്നത് അസഹിഷ്ണുതയ്ക്കെതിരായിട്ടുള്ള യുദ്ധമാണ്. ഞാൻ ശരി, എന്റേത് ശരി, മറ്റുള്ളവരൊക്കെ വലിയ തെറ്റ് എന്ന് മുദ്രയടിക്കുന്ന സങ്കുചിത വീക്ഷണത്തിനെതിരായിട്ടുള്ള യുദ്ധമാണ്. അങ്ങനെ ഒരു യുദ്ധം എന്ന് പറയുന്നത് അവരവരിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. നമ്മുടെ അസഹിഷ്ണുതകളെ അതിക്രമിക്കാൻ നമുക്ക് സാധിക്കണം. തുടർന്ന് സഹിഷ്ണുതയുടെ ഭക്തന്റെ ലക്ഷണം പറയുന്നിടത്ത് ഭഗവാൻ പറയുന്നത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്രഃ കരുണയേവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമി. ഈ വിശദീകരണങ്ങളൊക്കെ വിശകലനം ചെയ്തു പോയാൽ വിശ്വമാനവനാവൂ എന്നാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ഭഗവാൻ ആഹ്വാനം ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. ആ പ്രകാരത്തിലുള്ള ഒരു യുദ്ധം, ആ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ രാഗദ്വേഷങ്ങളോടുള്ള യുദ്ധമാണ്. ജഹിശത്രു മഹാബാഹോ കാമരൂപം ദുരാസദം എന്ന് 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അർജുനനോട് ഭഗവാൻ പറയുന്ന യുദ്ധമുണ്ടല്ലോ. ഈ ശത്രുവിനെ കാമത്തിനനുസരിച്ച് രൂപം ധരിക്കാൻ കഴിവുള്ളതായ കാമയേഷ ക്രോധയേഷ, കാമക്രോധ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യൂ എന്നാണ് അവിടെ ഭഗവാൻ ആഹ്വാനം ചെയ്യുന്നത്. സഹിഷ്ണുതയുടെ ഒരു സമീപനം. അസഹിഷ്ണുതയെ നാം എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ന് പരോക്ഷമായ യുദ്ധങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർ വളരെ അസഹിഷ്ണുക്കളാണ്. അവര് പറയുന്നത് ഞങ്ങളുടെ വഴി മാത്രം ശരി, മറ്റുള്ളവരൊക്കെ തെറ്റ്. അവരുടെ അസഹിഷ്ണുത പ്രകടമാകുന്നത് ഗ്രന്ഥത്തിൽ പോലുമുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവരെ വധിക്കണം. അത്തരത്തിലുള്ള അസഹിഷ്ണുത ആഗോള സമാധാനത്തിന് ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിന് ചരിത്രപരമായ തെളിവുകളുണ്ട്.
ഈ സമയത്ത് അവസരത്തിനൊത്ത് ഉയർന്ന് ധർമ്മപാഠം ഗ്രഹിച്ച് ധാർമ്മിക ജീവിതത്തിന്റെ മാതൃക വ്യക്തിപരമായി കാണിക്കാൻ സമർത്ഥരായി കുടുംബത്തിൽ അത് ഉറപ്പാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലേക്ക് അതിൻ്റെ ഉജ്ജ്വലമായ ആദർശനിഷ്ഠയെ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് അടിയന്തിരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഇത് പാണ്ഡവ പക്ഷം നിർവഹിക്കേണ്ടുന്ന ഉത്തമ ദൗത്യമാണ്. അതുകൊണ്ടാണ് അർജുനനെ ഭഗവാൻ ഓടി ഒളിക്കാൻ അനുവദിക്കാതിരുന്നത്. കൗരവ പക്ഷത്തിന്റെ കരുത്തിനെ കണ്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. മാം അനുസ്മര യുദ്ധച്ച. ഇതാണ് ഭഗവാന്റെ ആഹ്വാനത്തിന്റെ ലളിതമായ പൊരുൾ. ഈ പൊരുൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ. കാലികമായി അവസരത്തിന് ഉയർന്ന് അറിവ് നേടി ആദർശനിഷ്ഠയിൽ ഉറപ്പിച്ച്